my eyes, feel my heart falling for you. You're messing with my heart and I still wanna love you. I wanna spend a life drowning in you. അമ്മയുടെ മോൻ പോയോ കോളേജിലേക്ക്? മോനെ അവൻ പോയി. അത് നന്നായി. അവൻ എൻ്റെ ചേട്ടനാന്ന് കോളേജിലൊന്നും അറിയില്ലല്ലോ. എന്താണ് അങ്ങനെ ഒരു ടോക്ക്? അവൻ എന്നെക്കാൾ 2 വയസ്സ് മൂത്ത. ജോബ് കിട്ടിയിട്ട് അമ്മയുടെ മോന് പഠിക്കണമെന്നല്ല അവൻ പറയുന്നത്. എടാ അബി, അത് അവന്റെ ഇഷ്ടമല്ലേ? അമ്മ അവനല്ല സപ്പോർട്ട് ചെയ്യുന്നേ. ടൈം ഒരുപാടേ, ഞാൻ ഇറങ്ങുക. ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ കൂട്ടരുത്. ഇന്ന് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് ഞാൻ പോവാം. മോനെ, അവൻ പറഞ്ഞിരുന്നു കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളെ കാത്തോളണേ. ഓക്കെ അല്ലേ? എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. ഞാൻ ഒന്നും പേടിക്കണ്ട. നെക്സ്റ്റ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നു ആവണി ആൻഡ് അഭിനവ്. மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. ടെൻഷനോട് പറഞ്ഞിട്ട് നല്ല കോൺഫിഡൻസോടെയാണല്ലോ കളിച്ചത്. എൻ്റെ അച്ചുവോ? അത് പിന്നെ അഭിനവ് എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അച്ചു എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നെ എങ്ങനെയാ വിളിക്കുക? ആണോ? എന്നാൽ ഇനി എന്നെ ആവണിന്ന് വിളിക്കണ്ട, ആമിന്ന് വിളിച്ചാൽ മതി. ആമി, നൈസ് നെയിം. ഞങ്ങൾ വിചാരിച്ചത് ശരിക്കും ഞങ്ങൾ കപ്പിൾസ് ആണ്. എന്നായിരിക്കാണ് നിങ്ങളുടെ ഡാൻസ് മൂവ്മെന്റ് ഒക്കെ? അല്ലെങ്കിൽ ഇവിടെ ഞാൻ അഭിനവും കപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. ഈ ഡാൻസും കൂടി ആയപ്പോൾ കണക്കായി. വാവ്, അങ്ങനെയല്ല. സോ ബ്യൂട്ടിഫുൾ, സോ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഒരു ഫ്രണ്ടാക്കാൻ നോക്കിയതാ. ആണെങ്കിൽ നിനക്ക് കൊള്ളാം അച്ചു. എന്നാൽ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണേ. I'm sorry. അത് സാരില്ല, ഇറ്റ്സ് ഓക്കെ. എടി, ഞാൻ സ്ലിപ്പായപ്പോ എന്നെ പിടിച്ചില്ലേ? അതാരാടി? നിനക്കറിയില്ലേ? അത് നമ്മുടെ കോളേജിലെ സാറാണ്. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെയാ? സാറ് 2 ഡേ ആയിട്ടല്ലേ ഉള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. ആണോ? അതെ, ഒരു സ്പാർക്ക് വന്നല്ലേ. നടക്കട്ടെ. ബട്ട് ഒരു നെഗറ്റീവ് ഉണ്ട്. നമ്മളെ ആ സാറല്ല പഠിപ്പിക്കുന്നത്, സാറ് വേറെ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. വാട്ട് എ കോയിൻസിഡൻസ്. സാരമില്ല, ഇന്റർവ്യൂവിന് ഞാൻ നോക്കിക്കോളാം. അസ്ഥിക്ക് പിടിച്ചിരിക്കാണല്ലേ. ഒന്ന് പോടി. വാടി, എനിക്ക് വിശക്കുന്നു. വാ, ക്യാൻറ്റീനിൽ പോവാം. ഇന്ന് ക്ലാസ് വേണ്ടായിരുന്നു.
ഇന്ന് ഫുള്ള് വൈബായിരുന്നു. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ്സും കൂടി. ശരിയാ, നല്ലോണം ബോറടിക്കും. ഇങ്ങനെ ബെല്ലടിക്കാൻ ടൈമായി. ക്ലാസ്സിലോട്ട് പോവാ. ഇന്ന് ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ കേട്ടത് തന്നെ നീയും കേട്ടത്? ആടി, അത് തന്നെ ഞാനും കേട്ടെ. ഇവിടെ ഇരുന്ന് സംസാരിക്കാതെ വാ, നമുക്ക് പോവാം. വേണ്ട, എന്നിട്ട് സാറ് നിൽക്കുന്നു. അല്ല, ക്ലാസ് തുടങ്ങിയതല്ലേ ഉള്ളൂ. പഠിപ്പിച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ ഡൗട്ട് തുടങ്ങി. ഇത് പഠിക്കാനുള്ളതൊന്നും ആയിരിക്കില്ല. ഓവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മോളെ, അമ്മ നീ വേറെ സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. സാറിന് ആരെങ്കിലൊക്കെ കൊണ്ടുപോകും. അതിനൊരവസരം കിട്ടട്ടെ, നമുക്ക് നോക്കാം. വാ, അയാളെല്ലാം ഡൗട്ട് പറഞ്ഞ് ക്ലിയർ ആക്കട്ടെ. വാ, നമുക്ക് പോവാം. നാളെ കാണാം. ബൈ. ഹാടാ, ബൈ. അല്ലടി റോസ, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ വീട്ടിലോട്ട്? ഇല്ലടി, സിദ്ധാർത്ഥ് വരുന്നുണ്ട്. ഞാൻ അവനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. നീ പോയിക്കോ. എന്നാ ശരി, ബൈ. ലക്ഷ്മി കുട്ടി, നിങ്ങളുടെ മോൾ ഈസ് കമ്മിങ്. വായോ. നീ വന്നോ? ഫ്രഷ് ആയിട്ടോ? അപ്പോഴത്തേക്ക് ഞാൻ ചായ എടുക്കാം. ഫ്രഷ് ആവാനോ? എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് ഫ്രഷ് ആവാൻ. അതെനിക്കറിയാം. പിന്നെ ഞാനൊരു ഫോർമാറ്റിന് വേണ്ടി പറഞ്ഞതാ. കൈ കഴിയട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രഷേഴ്സ് ഡേ? മോനെ, അടിപൊളിയായിരുന്നു അഞ്ച് ദിവസം. പിന്നെ വേറൊരു കാര്യം ഉണ്ടായി. അപ്പൊ ആരാ സാറ്? അറിയില്ല, ഇന്ന് ഫസ്റ്റ് ടൈം ആ സാറിനെ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടായി. ഇങ്ങനത്തെ ഒരു മോളെയാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നത്. ഒരു നാണമില്ല കൂടി മോളെ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ. എന്തിന്? അങ്ങനെയൊന്നുമില്ല. ശരിയാ, എനിക്കാ പറ്റിയത്. നീ അവളെ കണ്ടുപിടിക്കുക. അവളെ ഇതിനെക്കാട്ട് എന്ത് ഡീസൻ്റാ. ഈ അമ്മയുടെ ഒരു കാര്യം. ഞാൻ പോവാറുമിലേക്ക്. ആ സാറിന് ഇൻസ്റ്റ ഉണ്ടാകുമോ? ഇതിപ്പോൾ എത്ര നേരമായി നോക്കുക. ഇത് എവിടെയാണ്? സാറിന് ഇൻസ്റ്റ ഉണ്ടായില്ലേ? ഫുൾ ടൈം അറിയാൻ കിട്ടിയാണ്. കിട്ടി, ഫൈനലി കിട്ടി. അഭിഷേക് മോഹൻ. എന്നാ നിൽക്കാം സാറിനെ കാണാൻ. സാറിൻ്റെ മൂക്ക്, സാറിൻ്റെ കണ്ണ്, സാറിൻ്റെ ചുണ്ട്, ആ ചുണ്ടിലെ താഴത്തെ മറുക്. എൻ്റെ പൊന്ന് സാറേ, യു മേക്ക് മീ ക്രേസി. എന്താണ് സാറേ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ ഇത്രയും കാരണം? ആമി മോളെ. അച്ഛാ, ഇതാ വരുന്നു. എന്തായാലും ഫോളോ ആക്കിയിട്ട് പോവാം. അഥവാ തിരിച്ചു വരുമ്പോൾ സാറേ എന്നെ തിരിച്ച് ഫോളോ ചെയ്താലോ? ആമി, നിന്നെ എത്ര നേരം വിളിക്കുന്നു? അത് പിന്നെ അമ്മ. അവള് പഠിക്കുമായിരിക്കും. അവളുടെ ഒരു പഠിത്തത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്താടി, എന്റെ മോള് പഠിക്കൂലേ? അച്ഛാ, അമ്മ പോയി ഫുഡ് കഴിച്ച് നടന്നേ. വെറുതെ സംസാരിച്ചിരിക്കുക. ബ്ലഡി ഗ്രാമവാസീസ്. നോക്കിക്കും, നമ്മളെ ഗ്രാമവാസികളാണ് പോലും. ഞങ്ങൾ ഗ്രാമവാസികളാണെങ്കിൽ നീയും ഗ്രാമവാസിയെ കേട്ടാ. അമ്മ. അച്ഛന് അമ്മേനെ എവിടെ നിന്ന് കിട്ടി? ഒരു ചെറിയ അബദ്ധം. ഓഹോ, ഇപ്പൊ അപ്പനും മോളും ഒറ്റക്കെട്ട്. ഞാൻ ഔട്ട്. എന്റെ പൊന്നു ലക്ഷ്മി അല്ലേ? എന്റെ അമ്മ. അമ്മേനെ കാണാൻ സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഈ ദിശയുടെ പുറകെ നടന്നിട്ട് ഇപ്പൊ എന്റെ വയലിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്റെ അമ്മേനെ കാണാൻ വേൾഡ് വൈഡ് ബ്യൂട്ടി അല്ലേ? സാരേനെ അമ്മ. മതി, രണ്ടും സോപ്പിട്ടത് മതി. ഞാൻ പറഞ്ഞു ഇല്ലാതാവും ഇപ്പൊ. എന്താ നോട്ടിഫിക്കേഷൻ? സാറെന്നെ തിരിച്ച് ഫോളോ ചെയ്തോ? സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. എനിക്ക് നാണം വരുന്നു. വല്ല മെസ്സേജ് അയക്കണോ? വേണ്ട, അയച്ച സാറ് വിചാരിക്കും കോഴിയാണ്. നോ ആമി, നോ. അയച്ചാലോ? സാറല്ലേ, അപ്പൊ സാറിന് ഡൗട്ട് ചോദിക്കാനായിട്ട് മെസ്സേജ് അയക്കാം. അല്ല, അയാൾ എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഡൗട്ട് ചോദിക്കുന്നത്? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി എന്തായാലും നാളെ നോക്കാം. അമ്മി കിടന്നുറങ്ങാം. ഇതെന്താ എനിക്ക് ഉറക്കം വരാത്തേ? ഉറങ്ങുന്നു വരുന്നില്ല. അമ്മി ഉറങ്ങും, നാളെ സ്കൂളിൽ പോകണം.
ആമി, നീ റെഡിയായോ? അച്ഛൻ വിളിക്കുന്നു. അച്ഛനെ നീ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ചോദിക്കുവാൻ. നീ വാ, ഫുഡ് കഴിക്കേ. ആ അമ്മ ഇതാ വരുന്നു. നേരത്തെ എന്നിട്ടാലും അവളുടെ മേക്കപ്പ് കഴിയാതെ അവൾ ഇറങ്ങൂലല്ലോ റൂമിൽ നിന്ന്. അവള് നിന്റെ മോളാ ലക്ഷ്മി, അതുകൊണ്ട് അതങ്ങനെയേ. പോയെ നിങ്ങൾക്ക് പോകാൻ ടൈമായില്ലേ? അച്ഛാ വാ പോവാ, ടൈം പോകുന്നു. ചേട്ടാ, അവൾ വിളിക്കുന്നു. ടൈമായില്ലേ, ഇറങ്ങിക്കോ. ഡീ നീ എവിടെയാ? ഞാൻ ഗേറ്റിന്റെ ഇവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ. ഹാഡി, നീ എന്താ ലേറ്റായേ? അല്ല ഇന്ന് നല്ല ലുക്കായിട്ടുണ്ടല്ലോ. അയിനോ, അല്ലെങ്കിലും ഞാൻ ബ്യൂട്ടി അല്ലേ. എങ്ങനെ നിന്നാ മതിയാ, ക്ലാസ്സിലോട്ട് പോവാ. ഡീ സാറ് വന്നോ? ഇല്ല, അറിയില്ലടി. ക്ലാസ്സിലേക്ക് ഞങ്ങൾ കയറിയില്ല, ഞങ്ങൾ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ നിനക്ക് അഭിഷേക് സാറിനെ കാണണം. വാ, സ്റ്റാഫ് റൂമില് വഴി അതുവഴി പോവാം. അപ്പൊ നമുക്ക് എന്റെ അഭിഷേക് സാറിനെ കാണാം. അതെ ആ മതി മതി. എന്താ ശരി, വാ പോവാം. ഡി സാറിനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? എടി സാറിന്റെ വീട്ടിലേ ഇന്ന്. നീ സൂക്ഷിച്ചെനിക്ക്, അവിടെ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ? അല്ലടി, ഇങ്ങോട്ട് വന്നത് വെറുതെ ആയി പോവോ? നിങ്ങൾ ആരെയാ നോക്കുന്നേ? എന്തുവാടി സൗണ്ട് മാറ്റി വിളിക്കുന്നേ? പിന്നെ ആരെയാ നോക്കുന്നത് നിനക്കറിയാം? നിനക്ക് എന്റെ അഭിഷേക് സാറിനെ കണ്ടാമി? ഹലോ, ഞാൻ എപ്പോ വന്നു എന്നല്ല, എന്താണ് നിങ്ങളുടെ പരിപാടി? എന്നെയല്ലേ നോക്കുന്നേ? എന്റെ പറയുക. പിന്നെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സോറി സാർ, സോറി, ഇനി നിർത്തിയില്ല, പ്രോമിസ്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇപ്പൊ പോയിക്കോ. വാടി പോവാം. ഇനി സാറ് എന്നെ ഇഷ്ടമാണോ? അല്ല, ഞാൻ ഇപ്പോൾ ഇടുന്ന ഡ്രസ്സിൻ്റെ മാച്ചിങ് ഡ്രസ്സായിരിക്കും സാർ ഇടുക. പോയി ഇഷ്ടമെന്ന് പറഞ്ഞാലോ? എടി ആമേ, നിനക്ക് അയാളെ വരാണോ? ശരിക്കൊരു മോരടെ. അല്ല, നീ ആരോട് പറഞ്ഞു? അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കും. എന്താണ് അവിടെ പ്രശ്നം? കൊറേയാലോ രണ്ടുപേരും അവിടെ സംസാരിക്കുന്നു. ലിസ, റോസ്, രണ്ടുപേരും ക്ലാസ്സിൽ നിന്ന് പുറത്തോ? പഠിക്കാൻ തുടങ്ങിയ? അറിയില്ല. എന്താ ക്ലാസ്സിന് പുറത്ത്? അതിന് സാർ സംസാരിച്ചിട്ട്. അടിപൊളി. അല്ല, ഒരാളുകൂടി ഉണ്ടല്ലോ, ഇന്ത്യയെ. അതെ സാർ, അവളാണ് സാധാരണ ഞങ്ങളെല്ലാ അലമ്പത്തിനും കൂട്ടു നിൽക്കും. ബട്ട് അവളൊന്ന് ഫുൾ മൂടായിരുന്നു. അവൾ സംസാരിച്ചില്ല, അതുകൊണ്ട് അവൾ ക്ലാസ്സിലിരുന്നു. അതെ, ഇങ്ങനെ നടക്കാതിരുന്ന് പഠിക്ക്, ഞാൻ പോവാ. എവിടെ? പഠിക്കലുമില്ല, അതെങ്കിലും നടക്കട്ടെ. ഞാനിപ്പോ വരാവേ. എവിടെ പോവാ? വന്നിട്ട് പറയാം. ഞാൻ ബെല്ലടിച്ചിട്ട് ക്ലാസ്സിൽ വന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാവും, അങ്ങോട്ടേക്ക് വന്നാൽ മതി ഈ പീരീഡ് കഴിയുമ്പോൾ. ഓക്കേടാ, എന്നാ ശരി, ബൈ. സാർ. എന്താ കുട്ടി? സാർ, എൻ്റെ പേര് ആവണി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വരുമോ? വാ. എന്താ ആവണി, എന്താ പറയാനുള്ളത്? പിന്നെ സാർ, എനിക്ക് നീ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഈ പ്രായത്തിൽ സ്വാഭാവികമാണ്, ഇൻഫാക്റ്റുവേഷൻ. ബട്ട് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. ഈ പ്രായത്തിൽ തോന്നുന്ന കുട്ടിക്കളികളൊക്കെയാണിത്. ഇപ്പോൾ പഠിക്കാനുള്ള പ്രായം. സോ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യും. എനിക്ക് രാവിലെ തന്നെ തോന്നിയതാ. പിന്നെ നിന്റെ ഫ്രണ്ട്സ് ക്ലാസ്സിന് പുറത്ത് കണ്ടപ്പോൾ അവർ പറഞ്ഞു നീ മൂഡ് ഓഫ് ആണെന്ന്. അപ്പം തന്നെ എനിക്ക് തോന്നി
സാർ ഞാൻ സീരിയസ് ആണ്. വേണ്ട, ഇനി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ വരണ്ട. ഈ സാർ എനിക്കൊരു തടസ്സമാവൂലോ, നോക്കാം. അവളെവിടെയാ? അതാ അവളവിടെ. നിനക്കെന്താ പറ്റി? നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ കരയുന്നേന്ന് പറ. പോട്ടെ, സാരമില്ല. സാർ ചുമ്മാ പറഞ്ഞായിരിക്കും. ഇപ്പൊ നീ പഠിക്കല്ലേ? എനിക്ക് പറ്റുന്നില്ല, ഞാൻ വീട്ടിലേക്ക് പോവാ. ഞാൻ വരണോ? വേണ്ടടി, വാടി, സാറിന്റെ അടുത്ത് പോവാ. സാർ എന്താണ് ഇങ്ങോട്ടൊന്നും വരില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ടൊക്കെ? സാറെന്താ ഇങ്ങനെ? എങ്ങനെ? കാര്യം പറ നിങ്ങൾ. സാറെന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അവൾക്ക് സാറിന് എന്തിഷ്ടമായിരുന്നു അറിയോ? സാറിന് വേണ്ടി അവൾ ചെയ്യും കളയും. സാറെന്തിനാ ഈ പ്രായത്തിൽ തോന്നുന്ന ഒരു ഇൻഫാക്ടേഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞേ? അങ്ങനെയായിരുന്നെങ്കിൽ സാറിന്റെ പുറകെ 6 മാസം നടക്കൂടി ഉണ്ടായിരുന്നില്ല. 6 മാസമോ? പിന്നെ ഈ കാര്യം പറഞ്ഞോണ്ട് ഇനി എന്റെ പുറകെ വരണ്ട. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇങ്ങനെ പറഞ്ഞു, പഠിക്കേണ്ട പ്രായമാണ്. പാരൻസ് പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിടുന്നത്. എന്നിട്ടിങ്ങനെ കളിച്ചാടുന്നത് എങ്ങനെ ശരിയാവും? സാർ പറയുന്നതെല്ലാം ശരിയാണ്. അവർക്ക് ഇതുവരെ ആരോടും ഇങ്ങനെ തോന്നിയിട്ടില്ല. ഫസ്റ്റ് ആയിട്ടാണ് അവർക്ക് ഫീലിങ്സ് വന്നത്, അതും സാറിനോട്. അവൾ സാറിനെ സ്നേഹിച്ചിട്ട് സാർ അവളെന്താ ചെയ്തേ? വേദനിപ്പിച്ചുകൂടെയല്ലേ ചെയ്തേ? അവളെ സാർ കാണുന്നേ ഇതുവരെ ഞാൻ അവളങ്ങനെ കണ്ടിട്ടില്ല. ആവണി അവിടെ? എന്തിനാ കൂടുതൽ സങ്കടപ്പെടുത്താനാണ്? വേണ്ട, അവൾ വീട്ടിൽ പോയി. ഞാനൊന്നും അറിയുന്നുണ്ടല്ല. സാറിന് ഒന്നും പറയണ്ട, മിസ്സാവാ, പോവാം. നീ എന്തെടുക്കുക? ഞാൻ കിടക്കുമായിരുന്നു. എനിക്ക് ചെറിയ തലവേദന. നീ ഫുഡ് കഴിച്ചോ? ഇല്ല. നീ എപ്പോഴും സാറിനെ കുറിച്ച് ആലോചിച്ചിരിക്കണോ? നിന്നും വേണ്ട, പേർക്കും നിനക്കും വേണ്ട. എനിക്ക് മറക്കാൻ പറ്റുന്നില്ലടി. ആമി, ഇന്ന് നടന്നൊക്കെ നീ മറക്കണം. പഴയ ആമിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. നീ ഒരിക്കലും തളർന്നു പോകരുത്. ഈ കാര്യത്തിൽ നിന്റെ അച്ഛനമ്മറിഞ്ഞ എന്താ അവസ്ഥ എന്ന് അവരെയും കൂടി നീ ആലോചിച്ച് നോക്ക്. അച്ഛനും അമ്മയെ എപ്പോഴും കണ്ണൂടി കയറുന്ന എന്താ പറ്റിയെന്ന് ചോദിക്കാം. ഞാൻ എന്താ പറയണ്ടേ? അച്ഛനമ്മയ്ക്കാ നിന്റെ അമ്മയും അച്ഛനും വെച്ച് ഞാൻ എന്നിട്ട് പറഞ്ഞു നിനക്ക് തലവേദന കോളേജിൽ നിന്ന് ഉണ്ടായിരുന്നു എന്ന്. നീ പഴയതുപോലെ ആവണം അമ്മേ. നീ ഇങ്ങനെ ഇരുന്നാ പോരാ. നാളെ കോളേജിൽ വരുമ്പോ നിന്റെ മൂടൊക്കെ മാറ്റി നല്ല ഹാപ്പി ആയിട്ട് വരണം വരാൻ, കേട്ടോ? ശരി, എന്നാ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ, ഇതാ ചായ. നീ നേരത്തെ എഴുന്നേറ്റോ? മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്നലെ എന്താ പറ്റി എന്റെ മോൾക്ക്? അമ്മ, എനിക്കൊന്നുമില്ല. ഇന്നലെ എനിക്ക് ചെറിയൊരു തലവേദന. ഇപ്പൊ പോയി, ഞാൻ ഓക്കെയാണ്. പാവന്റെ മോൾ ക്ഷീണിച്ചു പോയി. വേറെ ഫ്രഷ് ആയിട്ട് അച്ഛൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ വാ. പിന്നെ അച്ഛനെ കോളേജിലാക്കിയിട്ട് വേണം പോവാൻ. അച്ഛനോട് ഞാൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറ. ഞാനിപ്പോ വരാം. മോളെ, ഇറങ്ങിയാലോ? അച്ഛാ വരുന്നു. നീ എന്താ ലേറ്റ് ആയേ? അത് പിന്നെ വണ്ടി കിട്ടിയില്ല. നമുക്ക് ക്ലാസ്സിൽ കയറാം. ബെല്ലടിച്ചിട്ട് കുറച്ച് നേരമായില്ലേ? അവിടെ ഒന്നും നിന്നേ. സാർ, ഗുഡ് മോർണിംഗ്. ഓഫീസിലോട്ട് വാ, ബാക്കി അവിടെ വെച്ച്. ഇപ്പൊ സാറിനൊപ്പം പോകുന്നതാ നല്ലത്. എന്താ ലേറ്റ് ആയേ? അത് പിന്നെ സാർ അവളുടെ അമ്മ ഹോസ്പിറ്റലിലാണ്. അമ്മയ്ക്ക് BP കൂടി. ഞങ്ങൾ അമ്മയെ കണ്ടിട്ട് വരുന്ന വരവാണ്. സോറി മക്കളെ, ഞാൻ വിചാരിച്ചു ക്ലാസ് കട്ട് ചെയ്ത് നടക്കുമെന്ന്. എന്നിട്ട് നമുക്ക് കുറവുണ്ടോ? May I come in, sir? ഇതാര്? അഭിഷേക് സാറോ? കേരള സാറേ,
ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല സാർ, ഞങ്ങൾ അങ്ങോട്ട്. ഓ ഓക്കെ മക്കളെ, പറ്റൂ. ഇന്നെന്തിനാ എന്റെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞേ? പാവം എന്റെ അമ്മ. അത് പിന്നെ അപ്പൊ എനിക്ക് അങ്ങനെ പറയാനാ തോന്നി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. അതുപോലെ ക്ലാസ്സിൽ കയറാം. ആമേ. ആ അച്ഛോ, എന്താ അച്ചു? എന്റെ കൂടെ ഒന്ന് വരുമോ? എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഡി റോസ വിളിച്ചേ, ഞാൻ പോയിട്ട് വരാം. ഇവിടെ തന്നെ ഉണ്ടാവണേ. അതിനെന്തോ ഒരു വശപ്പശം ഉണ്ടല്ലോ. എനിക്കും തോന്നി എന്തായാലും പോയിട്ട് വരട്ടെ എന്നിട്ട് ചോദിക്കും. അച്ചു, നിനക്കെന്താ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ? അത് പിന്നെ എനിക്ക് വച്ചു വേണ്ടുന്ന ഇഷ്ടമല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിന്റെ അന്ന് തന്നെ അന്ന് കണ്ടക്ടർ മുതൽ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇൻഫാക്ച്വേഷൻ ആയിരിക്കുന്നു, പാട്ടല്ല. കാണുന്നതൊന്നും കണ്ടാത്ത. അച്ചു, ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇനി ഇതിന്റെ പേര് പറഞ്ഞ എന്റെ മുന്നിൽ വരണ്ട. എന്താ അഭിഷേക് സാറിന് മാത്രമേ ഞാൻ അങ്ങനെ കാണുള്ളൂ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നിനക്ക് സാറിന് ഇഷ്ടമാണെന്നും സാറിന് പ്രപ്പോസ് ചെയ്തെന്നും സാറിനെ റിജക്ട് ചെയ്തെന്നും ഞാൻ അറിഞ്ഞു. അഥവാ സാർ നിന്നെ അപ്സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയെന്നെ. ബട്ട് ഇനി അത് വേണ്ടല്ലോ, സാറിന് തന്നെ വേണ്ട. സോ ഇനി നീ എനിക്കുള്ളതാണ്. അതുകൊണ്ട് ഫലമായി ഞാൻ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നീ ഇതെവിടെ പോവാ? പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. എന്താ ഇവിടെ? ഇതാര്? ആമയുടെ കാമരനോ? അല്ല, സാറെന്താ ഇവിടെ? ഇത് ഞാൻ കെട്ടാൻ പോയ പെണ്ണ. സോ ഞങ്ങളുടെ കാര്യത്തിൽ സാർ ഇടപെടണ്ട. അതും എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് കോളേജാണ്. കോളേജിലുള്ള എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടും. സാറിനാണെങ്കിൽ വേണ്ട, പിന്നെന്താ ഇവിടെ കാര്യത്തിൽ ഇത്രയും മാത്രം ഇടപെടാൻ? ഇവിടെ വീട്ടിലിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചെന്നിട്ടുണ്ടാവും. പിന്നെ ആലോചിക്കാൻ. പിന്നെ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? കോളേജാണ്. സോ കോളേജിനെ പുറത്ത് നിങ്ങൾ എന്തെന്ന് സഹായിക്കും. ബട്ട് ഇവിടെ നടക്കില്ല. അത് പറയാൻ താൻ ആരാടോ? സാർ വേണ്ട, ഇത് കോളേജാണ്. എന്തിനു വേണ്ടി നിങ്ങളിങ്ങനെ ഫൈറ്റ് ചെയ്യും? പിന്നെ സാർ എന്തിനു വേണ്ടി എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരില്ല. പിന്നെ അച്ചു, ഞാൻ കെട്ടിയതല്ലേ, അതിനൊന്നും ഞാൻ ഇവിടെ തന്നെ ഇല്ലാതാവും. അതിന് പിന്നെ ഞാൻ വെറുതെ വിട്ടാലേ? ലക്ഷ്മി, അവർ വന്നെന്നാ തോന്നുന്നേ. നീ മോളെ റെഡിയാക്കി നിർത്ത്. ഹായ് ഏട്ടാ. വാ, എല്ലാരും കയറി വാ, ഇരിക്ക്. അല്ല, മോൻ വന്നില്ലേ? ഇല്ല, മോൻ വന്നില്ല. അവൻ എക്സാം അല്ലേ, പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നമ്മൾ മതിയല്ലോ. കുറെ നേരമായല്ലോ. ലക്ഷ്മി മോളും എവിടെ? അവരിവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. ലക്ഷ്മി, മോളെ വിളിക്ക്. ഏട്ടാ നോക്ക്, മോളെ കാണാൻ എന്നാ രസം. എനിക്കിപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു. കാറ് കൂടി മര്യാദക്ക് നിൽക്ക്, ടൈമാവട്ടെ. മോളെ ഇങ്ങ് വാ, ചോദിക്കട്ടെ അമ്മ. മോൾക്ക് സുഖമല്ലേ? മോൾക്ക് എൻ്റെ മോൻ ഇഷ്ടമായോ? ഞാൻ എൻ്റെ മോളെ പൊന്നു പോലെ നോക്കിക്കോളാം. കാറ് അവൾക്ക് തിരിച്ചു വരാൻ ടൈം കൊടുക്ക്. ഒന്ന് പോ മോഹനേട്ടാ. മോഹൻ, എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ. അതെ, രണ്ടുപേരും 10-10 പേർത്താ. എല്ലാം കൊണ്ടും ചേരേണ്ടവർ തന്നെയാ ചേരുന്നത്. എക്സാം അല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച, അതായത് വ്യാഴാഴ്ച എക്സാം കഴിയൂലേ മോളെ? അത് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മാരേജ്. 10-11 മണിക്ക് നല്ലൊരു മുഹൂർത്തമുണ്ട്.
ആ അത് മതി. നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എനിക്കും താല്പര്യമില്ല. മോളെ ഓക്കെ അല്ലേ? അത് നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു. എന്നാൽ ഇനി മാരേജ് ഡേയുടെ ഒന്ന് കാണാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. മോഹൻ, ലക്ഷ്മി മോളെ ഞങ്ങൾ പോവാം. എന്നാൽ അങ്ങനെ ആവട്ടെ. ലക്ഷ്മി മോളെ ഞങ്ങൾ ഇറങ്ങുക. ആ പാർവതി. സാർ, എനിക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾക്കറിയോ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നോട് തിരിച്ചിഷ്ടമാണെന്ന് ഞാൻ പറയുമെന്ന് വിചാരിച്ചു. ബട്ട് നിങ്ങൾ പറഞ്ഞില്ല. ഇനി 2 വീക്കിനുള്ളിൽ ഞാൻ മറ്റവൻ്റെ പെണ്ണാവാൻ പോവാം. അതുകൊണ്ട് ഇന്നുകൊണ്ട് ഞാൻ ഇത് നിർത്താൻ പോവാം. എൻ്റെ ഈ മാരേജിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ വരില്ലേ? സാറിനോട് പറയണ്ടേ? വേണ്ട. ആമി വാ, നിന്റെ അച്ഛൻ വേണ്ടിട്ട് കൂട്ടാൻ. അവളുടെ മാരേജാണ് വരുന്ന ഞായറാഴ്ച. എന്താ ഈ മണവാട്ടിക്കൊരു സന്തോഷമില്ലാത്ത? അപ്പൊ എന്റെ അടുത്ത് ആരാ ഇരിക്കുന്നേ? ഇവിടെ നടക്കണമെന്നല്ലേ ഡേറ്റ് ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ എൻ്റെ അനിയനാ. പിന്നെ എൻ്റെ മാരേജ് കഴിച്ചു. അതൊരു ചെറിയ ഒളിച്ചോട്ടായിരുന്നു. അമ്മയാ എന്ന് പറയുന്നത് നിന്റെ ട്വിൻ സിസ്റ്റർ അമ്മു. എന്തായാലും നമുക്കൊന്ന് പറയാൻ ടൈം കിട്ടിയില്ല. പിന്നെ അച്ഛൻ പറഞ്ഞത് ഒരു ഒളിച്ചോട്ടായിരുന്നു. അമ്മയ്ക്ക് അച്ഛന് വരുമ്പോ അറിയാം. എന്നോട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞേ. പിന്നെ നിന്റെ അഭിഷേക് സാർ നിന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്നൊരു ഇൻസിഡന്റ് ഉണ്ടാക്കിയത് ഞാൻ. പിന്നെ എനിക്ക് വേണ്ടി ഒരു പെണ്ണാണ് വന്നത്. അബി എന്ന് പറയുന്നത്, അതായത് അബി എന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ അഭിഷേക് സാറിന് വേണ്ടിയിട്ടാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു എൻ്റെ എല്ലാ കാര്യവും. ഞാൻ അമ്മൂനോട് പറയും, അവൾ അമ്മേനെയും അച്ഛനെയും വിളിച്ച് പറയും. ഞാൻ അഭിഷേക് സാറിനെ പ്രപ്പോസ് ആക്കിയതൊക്കെ അറിയാം എൻ്റെ അച്ഛനമ്മയ്ക്ക്. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. താലി കെട്ടുക. ആമി സോറി. മധുരൈ മടിയിനിൽ രാധാ രഹസ്യ, മധുരൈ മടിയിനിൽ രാധാ രഹസ്യ, കാതൽ കണ്ണനിൽ രാധാ രഹസ്യ, രാധാ രഹസ്യ, മധുരൈ മടിയിനിൽ രാധാ രഹസ്യ, മധുരൈ മടിയിനിൽ രാധാ രഹസ്യ, കാതൽ കണ്ണനിൽ രാധാ രഹസ്യ, രഹസ്യ.
ആമി സോറി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അച്ഛയുടെ ഇതൊരു പ്രശ്നമാവുന്ന തോന്നുന്നു. എന്താ? അവൻ സംസാരിച്ചു, അവൾ സംസാരിക്കുന്നില്ല. അതൊക്കെ ശരിയായിക്കോളും. ഹാപ്പി മാരേജ് ലൈഫ്. താങ്ക്സ്. സാർ, അവളോട് ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. പാവം എൻ്റെ ആണ്. എന്നാലല്ലേ ഒരു ത്രില്ലുണ്ടാവൂ. എനിവേ കൺഗ്രാറ്റ്സ്. ആടെ താങ്ക്സ്ഡാ. നീ എന്താന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നുമില്ലടി മോളെ. ആമി, നീ പാലും കൊണ്ട് റൂമിലേക്ക് ചെല്ല്. അച്ഛൻ ഇവിടെ അങ്ങോട്ടേക്കാക്ക്. ആ അമ്മ. ഇതാണ് എന്റെ പെണ്ണ്. ഇനി രണ്ടും എന്താന്ന് വെച്ചാൽ അയക്കും. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയാണ് തിരിച്ചു തരണേ. എന്നാ ശരി, ഞങ്ങൾ പോവാം. ഗുഡ് നൈറ്റ്. ആമി, നീ എന്തൊന്നും മിണ്ടാത്തെ? നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെയും മാറിയില്ലേ? ഇത് മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛൻ്റെ മാരേജ് കഴിഞ്ഞത് ഞാൻ അറിയുന്നത് അന്നത്തെ ആ കോളേജിലെ പ്രശ്നത്തിന്റെ രാത്രിയാണ്. അവൻ അവളെയും കൂട്ടി ഇവിടെ വന്നു. എനിക്കറിയില്ലായിരുന്നു നിനക്ക് ട്വിൻ ഉണ്ടെന്ന്. അമ്മ അവനെയും കൂട്ടി വന്നിട്ട് ഇവിടെ ഫുള്ള് വഴക്കായിരുന്നു. നിർത്തല, ഇത് അവന്റെ പെണ്ണ അമ്മയ. നീ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ഡ്രിങ്ക് സിസ്റ്റർ. ഒരു പെണ്ണിന് വേണ്ടിയാണ് നീ തമ്മിൽ തള്ളുന്നേ. മക്കളെ, നിങ്ങൾ തമ്മിൽ തല്ലല്ലേ, നമുക്ക് സഹിക്കില്ല. സോറിടാ, ഞാൻ ആളറിയാതെ ഈ കോളേജിൽ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ എനിക്കിഷ്ടമായില്ല. എനിക്ക് അവൾ ഇഷ്ടമാടാ. സാരമില്ല, ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാ വന്നേ. അതുകൊണ്ട് സാരമില്ല. ഇപ്പോഴെങ്കിലും നീ പറഞ്ഞല്ലോ അമ്മേന് ഇഷ്ടമാണ്. ബാക്കി നിന്നെ പെണ്ണുകളെ വന്നപ്പോൾ അതും എനിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ആമി, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആമി, എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായതാ. നിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ആലോചിക്കാം. അപ്പോൾ അങ്ങനെയാ പറയാൻ എനിക്ക് തോന്നിയേ. സോറി, ഐ റിയലി സോറി. എനിക്കറിയാം നിനക്ക് ക്ഷമിക്കാൻ പറ്റൂലെന്ന്. ഞാൻ അങ്ങനെ നിന്നെ വേദനിപ്പിച്ചത്. നീ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം. ഗുഡ് നൈറ്റ്. സോറി സാർ. നീ എന്താ വിളിച്ചത്? സാറിനോ? ഇന്ന് മുതൽ അഭിയേട്ട എന്ന് വിളിച്ചാൽ മതി. എന്റെ പെണ്ണെ, നിനക്കറിയാതെ ചിരിക്കേ. അല്ല, ഇങ്ങനെ നിന്നാ മതിയോ? അങ്ങ് തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് മൈ ഹാർട്ട്.
എന്താ അമ്മ ഇവനിങ്ങനെ? നീയും അങ്ങനെയൊക്കെ ആയിരുന്നു.